സൗമ്യ എന്ന പെൺകുട്ടി ക്രൂരപീഡനത്തിനിരയായി കൊല ചെയ്യപ്പെട്ട കേസ് ട്രെയിൻ യാത്രിയുടെ ഭയപ്പെടുത്തുന്ന ഓർമ്മയാണ്. ഗോവിന്ദച്ചാമി എന്ന കൊടും കുറ്റവാളിയുടെ ക്രൂരത ഒറ്റപ്പെട്ട സംഭവമായി ചിത്രീകരിക്കപ്പെട്ടെങ്കിലും അതിനുശേഷവും നിരവധി അക്രമ സംഭവങ്ങളുണ്ടായി. കഴിഞ്ഞ രാത്രിയിൽ ടിടിയുടെ വേഷം അണിഞ്ഞ ഒരു ഗോവിന്ദച്ചാമിയെ കണ്ടു. പോലീസിൽ പരാതിപ്പെടാൻ തോന്നിയില്ലായിരുന്നുവെങ്കിൽ ആ നിമിഷങ്ങൾ അവൾക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല. പോലീസ് പട്രോൾ ആദ്യം പോകുന്നത് നിലമ്പൂർ കൊച്ചുവേളി രാജ്യറാണി എക്സ്പ്രസിലേക്കാണ്. സ്വാഗതം. മകളെ ട്രെയിനിൽ യാത്രയാക്കുമ്പോൾ അവൾ തനിച്ചായിരുന്നുവെന്ന് ആ അച്ഛൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. ഇക്കാര്യം പിതാവ് ടിടിയെ അറിയിച്ചു. ട്രെയിൻ പുറപ്പെട്ട ഉടനെ തന്നെ ടിടിയുടെ ഉള്ളിലെ മൃഗീയ സ്വഭാവം പുറത്തു വന്നു. ആദ്യം അയാൾ പെൺകുട്ടിയുടെ കയ്യിൽ കയറി പിടിച്ചു. പുലർച്ചെ 1 മണിയോടെ അയാളുടെ ശല്യം, ആ ടിടിയുടെ ശല്യം അസഹനീയമായി. തുടർന്ന് പെൺകുട്ടി പോലീസ് കൺട്രോൾ റൂമിൽ വിളിച്ചു. ഇല്ലായിരുന്നുവെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ ആ പെൺകുട്ടിയുടെ ഉള്ളിൽ ഭയമാണ്. ട്രെയിൻ കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോൾ ടിടി നിതീഷിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. അയാൾ മദ്യലഹരിയിലായിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത്. നിലമ്പൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പോകുന്ന രാജ്യറാണി എക്സ്പ്രസിലാണ് ഈ ഒരു പീഡന വിവരം അതിൽ നിന്നാണ് പുറത്തു വരുന്നത്. നിലമ്പൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് യാത്ര ചെയ്യുകയായിരുന്ന 35 വയസ്സുകാരിക്കാണ് ഈ ടിടിയുടെ ഭാഗത്ത് നിന്ന് തന്നെ ഇത്തരത്തിൽ ക്രൂരമായ ഒരു അതിക്രമ ശ്രമം ഉണ്ടായത്. ഈ നിലമ്പൂരിൽ നിന്ന് കയറിയപ്പോൾ തന്നെ ഈ പെൺകുട്ടിയുടെ പിതാവ് ഈ പെൺകുട്ടി ഒറ്റയ്ക്കാണ്, ഒന്ന് ശ്രദ്ധിച്ചോണമെന്ന് ടിടിയോട് പറഞ്ഞിരുന്നു. പക്ഷെ അതിന് പിന്നാലെ തന്നെ ഇയാളുടെ ശല്യം ഫലത്തിൽ തുടരുകയായിരുന്നു. ഏതാണ്ട് ആലുവ എത്തിയപ്പോഴാണ് ഈ പെൺകുട്ടിയെ കടന്നു പിടിക്കുന്ന സാഹചര്യം ഉണ്ടായത്. പ്രത്യേകിച്ച് S1 കമ്പാർട്ട്മെന്റിലായിരുന്നു പെൺകുട്ടി ഉണ്ടായിരുന്നത്, B1 കമ്പാർട്ട്മെന്റിലായിരുന്നു ടിടി ഉണ്ടായിരുന്നത്. ഈ B1 കമ്പാർട്ട്മെന്റിലേക്ക് ഈ പെൺകുട്ടിയെ ക്ഷണിച്ചുകൊണ്ട് അയാൾ ആവശ്യപ്പെടുകയായിരുന്നു, അവിടേക്ക് വരണമെന്ന് ആവശ്യപ്പെടുകയായിരുന്നു. പെൺകുട്ടി ഇത് നിഷേധിച്ചു. തുടർന്നാണ് ഈ പെൺകുട്ടിയെ അയാൾ കടന്നു പിടിക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഈ സംഭവം ഉണ്ടായതിന് തൊട്ടു പിന്നാലെ തന്നെ റെയിൽവേ കൺട്രോൾ റൂമിൽ തിരുവനന്തപുരത്തേക്ക് വിളിച്ച് ഈ പെൺകുട്ടി പരാതി അറിയിക്കുകയായിരുന്നു. ഇതോടെയാണ് ആലുവയ്ക്ക് പിന്നാലെ ട്രെയിൻ കോട്ടയത്ത് എത്തിയപ്പോൾ കോട്ടയത്ത് നിന്നുള്ള റെയിൽവേ പോലീസ് ഈ നിതീഷ് എന്ന ഇയാളെ പിടികൂടുന്നത്. ഇയാൾ തിരുവനന്തപുരം സ്വദേശിയാണെന്നാണ് റെയിൽവേ പോലീസ് നൽകുന്ന വിവരം. എന്തായാലും കേസ് ഇവിടെ എടുത്തിട്ടുണ്ട്. ഇതിനപ്പുറത്തേക്ക് ഈ കേസ് രജിസ്റ്റർ ചെയ്യുക എന്നുള്ളതിനപ്പുറത്തേക്ക് കോടതിയിൽ ഹാജരാക്കിയ ശേഷം ഈ കേസ് പൂർണ്ണമായും എറണാകുളത്തേക്ക്, സംഭവം നടന്ന എറണാകുളം സർക്കിൾ ഈ കേസ് മാറും. തിരുവനന്തപുരം സൂപ്രണ്ട് ഉൾപ്പെടെയുള്ളവർ ഈ സംഭവത്തിൽ അടിയന്തരമായി ഇടപെടുകയായിരുന്നു എന്നാണ് കോട്ടയം റെയിൽവേ പോലീസ് അറിയിക്കുന്നത്. ജാമ്യമില്ലാ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. ട്രെയിനകത്ത് സ്ത്രീകൾക്കും കുട്ടികൾക്കുമുള്ള അതിക്രമം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ട്രെയിനിൻ്റെ ജീവനക്കാർ തന്നെ ഇപ്രകാരം പെരുമാറുന്നത് വളരെ ഗൗരവത്തോടു കൂടിയാണ് കോട്ടയം റെയിൽവേ പോലീസ് കാണുന്നത്. ശക്തമായ നടപടിയെടുക്കാൻ തിരുവനന്തപുരം റെയിൽവേ സൂപ്രണ്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതനുസരിച്ച് ശക്തമായ നടപടികൾ എടുക്കുന്നതാണ്. വളരെ ഗൗരവമുള്ള ഒരു സംഭവമായാണ് റെയിൽവേ ഇതിനെ കാണുന്നത്. റെയിൽവേയുടെ ഭാഗത്ത് നിന്ന് വിഭാഗ തലത്തിലുള്ള അച്ചടക്ക നടപടികളും ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്.